സൺഡേ മോർണിംഗ് ആണ് ആൻഡ് ദ ടൈം വാസ് ഓൾമോസ്റ്റ് 4:31 AM. നമ്മൾ ഈ ഒരു കടകുടാന്ന് പാക്ക് ചെയ്ത് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇറ്റ്സ് എ വൺ ഡേ ട്രിപ്പ്. പെട്ടെന്ന് തലേ ദിവസം പ്ലാൻ ചെയ്തിരുന്ന പിറ്റേ ദിവസം പോകാമെന്ന് പറഞ്ഞൊരു ട്രിപ്പായിരുന്നു കേട്ടോ. വൺ ഡേ കൊണ്ട് നമുക്ക് പോയി വരണം. ബിക്കോസ് ആകെ കിട്ടുന്ന ഒരു സൺഡേ ആണ്, അത് ഫുള്ളായിട്ട് വേസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സോ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട്. ആ ഒരു ചെയിൻ വന്നിട്ട് നമ്മുടെ ഓൺ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. ആൻഡ് ദാറ്റ് ഈസ് സോ നൈസ്. ബൈ ദ വേ, നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഓക്കെ, ഞാൻ ഇത് വഴിയേ പറയാം കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4:31 ആൻഡ് ഹിയർ ഇസ് ദ മാപ്പ്. വി ആർ ഗോയിങ് ടു അതിരപ്പള്ളി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം പാലക്കോട്ട് വയലാണ് കേട്ടോ. പാലക്കോട്ട് വയലിൽ നിന്ന് അതിരപ്പള്ളിക്ക് ബൈ റോഡ് ഓൾമോസ്റ്റ് ഒരു 4-4:30 hours ഉള്ളൂ. അപ്പോൾ നമ്മൾ 4:30 ആയപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് 7:37 ആയപ്പോൾ നമ്മൾ എവിടെയോ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് വി ആർ ഹാവിങ് ഇറ്റ് ഫ്രം ശരവണ ഭവൻ. ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ഒരു സെറ്റ് പൂരിയും അതിൻ്റെ കറികളുമായിരുന്നു. ജുജു വാങ്ങിച്ചത് ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ പാവം ജസ്റ്റ് ഇത്രയാണല്ലോ കഴിക്കുന്നതെന്ന്. അത് അവൻ്റെ വെറും സ്റ്റാർട്ടർ മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹെവി കോഴ്സ് ആയിട്ട് ഒരു നെയ് റോസ്റ്റും ഒരു ടീയും പുറകെ വരുന്നുണ്ട്. അപ്പോൾ ആരും പേടിക്കണ്ട. ഇവിടുത്തെ ഫുഡ് പിന്നെ പറയണ്ടല്ലോ, ഇത് ഒറിജിനൽ ശരവണ ഭവനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഈവൻ ഒരു ഫിൽറ്റർ നമ്മൾ ടീ ആയിരുന്നു ഓർഡർ ചെയ്ത്, ആ ഒരു ചായയ്ക്ക് പോലും അയ്യോ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതും നമ്മുടെ ഷുഗറൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അടിപൊളി ഫുഡ്. ഞാൻ ഇതുവരെ ഞാൻ വെജ് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരവണ ഭവൻ്റെ ആട്ടോ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ അത്രയ്ക്കും ഇഷ്ടമായി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി. ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ്. ഗ്ലാസ് ഇഷ്ടമായി. ഇത് കിട്ടുമല്ലോ. രണ്ട് സെയിം അല്ല, കണ്ണ് കാണുന്നില്ലേ? ഇത് കുറച്ചും കൂടി ടൈം എടുത്ത് നോക്ക്. ഇച്ചിരി കൂടുതലാണ്. ഇത് കുറച്ചുകൂടി മെല്ല് വേണ്ടിട്ടായിട്ട് ഉരുണ്ടിട്ടാ. അങ്ങനെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ഇത് നമ്മുടെ തൃശ്ശൂർ ഹൈവേയിൽ എവിടെയോ ഉള്ളൊരു ഷോപ്പാണ്. എവിടെയാണ് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും നമ്മുടെ യാത്ര ആരംഭിച്ചു. അടിപൊളിയായിട്ട് പോകുന്നു. ദേ നോക്കൂ, ഒരു സൂപ്പർ സൺറൈസ് അല്ല എന്നാലും നല്ലൊരു അടിപൊളി മോർണിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് തിരിഞ്ഞ് അതിരപ്പള്ളി റോഡ് കയറിയിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും നല്ല വ്യൂ ആണ്. നല്ല കുറച്ച് കാടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ രണ്ട് സൈഡും. അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ റൂട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആൻഡ് വെരി മച്ച് നോക്കൂ നമ്മൾ എന്താണ് അവിടെ കണ്ടതെന്ന്. ഒരു കുട്ടി കൊമ്പുള്ള ഒരു ആന കേട്ടോ. ബൈ റോഡ് രണ്ട് സൈഡും ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബിവെയർ ഓഫ് വൈൽഡ് ആനിമൽസ് ക്രോസിംഗ്. പക്ഷേ നമുക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വൈൽഡ് ഏരിയ ആണ്, അവിടെ വൈൽഡ് ആനിമൽസ് ഉണ്ടെന്നൊന്നും നമ്മൾ തീരെ വിശ്വസിക്കത്തില്ല. പക്ഷേ നമ്മൾ പോകുന്ന റൂട്ടിൽ കണ്ടതാണ് കേട്ടോ. പാവം ചൂട് കൂടിയിട്ട് മണ്ണൊക്കെ എടുത്ത് ദേഹത്തൂടെ ഇരുന്ന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ആന. കുറേ പേര് അവിടെ നിർത്തി കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്. പക്ഷേ ആരും അടുത്തേക്ക് പോവോ, ഇതിപ്പം ഞാൻ കുറച്ച് സൂം ചെയ്തെടുത്തതാട്ടോ, ആരും അടുത്തേക്ക് പോവോ ഡിസ്റ്റർബ് ചെയ്യോ ഒന്നുമില്ല കേട്ടോ. അതാണ് നമ്മുടെ ചാലക്കുടി പുഴ. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ ഇവിടെയുണ്ട് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ടിക്കറ്റ് എടുത്തേക്കുന്നത്. ആൻഡ് അതിരപ്പള്ളിയിൽ ഓൺലൈൻ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഐ മീൻ ക്യാഷ് അവർ സ്വീകരിക്കത്തില്ല. നമ്മൾ ഓൺലൈനായിട്ട് ഒന്നെങ്കിൽ എയ്തർ ബൈ കാർഡ് ഓർ GPay ഓർ എനി സോർട്ട് ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. 60 rupees ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പം 2 പേരും 120 പ്ലസ് ഒരു 30 ഇവർ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നതിനും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെയാണ് ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ അവിടെ എത്തിയ ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ആണ്. എന്നിട്ട് പോലും അത്യാവശ്യം ആൾക്കാർ ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മളൊരു ഏർലി മോർണിംഗ് അവിടെ എത്തണമെന്ന് വിചാരിച്ചത് തന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആലോചിച്ചിട്ടാട്ടോ. ഒരു രീതിയിൽ ഒരു 10-11 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്. ആ റൈറ്റ് സൈഡിൽ ആ കൂടാരം പോലെ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് വന്നിട്ട്. കണ്ടോ, കുഞ്ഞു കടകളൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം കുറേ വണ്ടികളുണ്ടായിരുന്നു. നമ്മൾ നല്ലൊരു പാർക്കിംഗ് സ്പോട്ട് നോക്കി പോയിട്ട് നമ്മളതാ അവിടെ പാർക്ക് ചെയ്തു. അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത് കേട്ടോ. അവിടെ നിന്ന് തന്നെ ഒരു 50 meters ബാക്കിലേക്ക്. നമ്മൾ ഇവിടെ നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തത് ഇത് കഴിഞ്ഞിട്ട് വാഴച്ചാൽ പോകുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് റോഡാണ് നേരെ പോകുന്നത് വാഴച്ചാലിലേക്ക്.
സോ നമ്മൾ ഇവിടെ വണ്ടി നിർത്തി, എന്നിട്ട് നമ്മൾ നേരെ നടന്ന് എൻട്രൻസിൻ്റെ അവിടെ എത്തി. എൻട്രൻസിൻ്റെ അവിടെ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാം. ആണോ? ഒരു ചെറിയ ചാട്ട ഇവിടെ ഉണ്ടല്ലേ. ഈ വ്യൂ ഉണ്ടല്ലോ അവിടുന്ന് ഇത് മൊത്തം ഇങ്ങനെ വീഴും. ഏത് പുഴയാ ജിജു? പാലക്കാട് പുഴ. ഈ ചേച്ചിമാരെക്കാളും മഴയൊക്കെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി കേട്ടോ. ആൻഡ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഭയങ്കര ചാടി നിന്നു. ചാടിത്തുള്ളിയാണ് താഴേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം തിരിഞ്ഞു കളിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്നാൽ പിന്നെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ് ആയിട്ടോ. ബിക്കോസ് ഈ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെല്ലാവരും സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളം കുറവാണ്. ബിക്കോസ് നല്ല 2-3 മഴയൊക്കെ പെയ്താലാണ് നമുക്ക് അതിരപ്പള്ളിൻ്റെ ഒരു കംപ്ലീറ്റ് ഫോം കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു മഴ പെയ്യുമ്പോൾ എന്തായാലും നമുക്ക് പോയി കാണണം. ക്രൗഡും അത്യാവശ്യം കുറവായിരുന്നു. ബിക്കോസ് ഈ ഒരു ചൂടിലൊന്നും ആരും ഇറങ്ങത്തില്ല. തലയ്ക്കോളമുള്ള നമ്മളെപ്പോലെയുള്ളവർ മാത്രമേ പോകത്തുള്ളൂ. പിന്നെ ചൂട് കൂടി വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചെന്നാൽ പിന്നെ നമുക്ക് മെല്ലെ അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങി. ആൻഡ് ഇതാണ് കേട്ടോ എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ട്. ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ആൻഡ് ജുജു ഭയങ്കരമായിട്ട് ടയേർഡായി. താഴേക്ക് ഇറങ്ങുന്ന ഒരു ഇൻട്രസ്റ്റ് മുകളിലേക്ക് കയറി വരാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ബിക്കോസ് അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കയറി നമ്മളിതാ തിരിച്ച് നമ്മുടെ എക്സിറ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട് കേട്ടോ. ഇത് ചാലക്കുടി ടു വാഴച്ചാലുള്ള സർവീസാണ്. ഇങ്ങനെ കുറേ ബസ് സർവീസ് ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ തുറക്കുന്നേ ഉള്ളൂ അല്ലേ? ചേട്ടാ ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്താ വില? നമ്മുടെ അടുത്ത് ഇതാണെങ്കിൽ 60 രൂപ, ഇത് 100 രൂപ. ഏതാ? മൂന്നാറൊക്കെ ഉണ്ടല്ലോ. തേർഡ് വൺ എടുത്തോ. ആതിരപ്പള്ളി. നമുക്ക് KSRTC വേണോ? ഷോപ്പൊക്കെ തുറക്കുന്നേ ഉള്ളൂ അല്ലേ? ഇവിടെയൊക്കെ തുറക്കുന്നേ ഉള്ളൂ അല്ലേ? തിരക്കില്ലല്ലോ. എന്താണ് ചേട്ടാ ഇത്? അങ്ങനെ നമ്മൾ അതിരപ്പള്ളിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ വാഴച്ചാലിന് പോവുകയാണ് കേട്ടോ. ഈ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി, വാഴച്ചാൽ, പിന്നെ വാൽപ്പാറ ഇതൊക്കെ സെയിം റൂട്ടാണ് കേട്ടോ. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. പയ്യെ സമയമാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കൊടും ചൂട് വരുന്നതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു എന്ന് മാത്രം. നമ്മൾ ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ റൂട്ടുണ്ടല്ലോ, അയ്യോ അടിപൊളി റൂട്ടാണ് കേട്ടോ. ഇത് ഈ ഒരു ബ്രിഡ്ജിനൊരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. നമ്മുടെ രേഖാചിത്രം എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ കുറേയൊക്കെ എന്തൊക്കെയോ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ രേഖാചിത്രം ഇതിന് തൊട്ട് മുമ്പ് കണ്ടതേ ഉള്ളൂ, അതാ ഓർത്തിരുന്നത്. ഇതാ നമ്മുടെ വെൽക്കം ടു വാഴച്ചാൽ വാട്ടർഫോൾസ് ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ വാഴച്ചാൽ എത്തിയിരിക്കുന്നു. ഞാൻ വാഴച്ചാലും ആതിരപ്പള്ളിയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് എന്താണ് അടുത്തതെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ആ വണ്ടി ഇരിക്കുന്ന കണ്ടില്ല, ആ ചെക്ക് പോസ്റ്റ്, അത് കയറി നേരെ പോകുന്നതാട്ടോ വാൽപ്പാറ. അങ്ങനെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി. ടിക്കറ്റ് കൗണ്ടറിൽ ഇവിടെയും റേറ്റ് 6 തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല ആ സെയിം ടിക്കറ്റ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര നല്ലൊരു ചേട്ടനാണ് ടിക്കറ്റ് കൗണ്ടറിലുള്ള. ആ ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ ആതിരപ്പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും കാണിച്ച് കൊടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല. അപ്പം നിങ്ങൾ ആതിരപ്പള്ളി വാഴച്ചാൽ പോകാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് വെച്ചോളൂ. നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് തന്നെ മതി വാഴച്ചാലും. അവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലോണം ചൂട് വരാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിന്നെ ആതിരപ്പള്ളിൻ്റെ അത്ര പോലും ഒരു ക്രൗഡ് ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ കുറച്ചുകൂടെ സുഖമാണ് നടക്കാൻ വേണ്ടിയിട്ട്. വലിയൊരു ഇറക്കവും വലിയൊരു കയറ്റവും അങ്ങനെയൊന്നുമില്ല. ആതിരപ്പള്ളി അങ്ങനെയല്ല. ആതിരപ്പള്ളി കുറച്ചൊരു ട്രക്കിംഗ് ഒരു ഇച്ചിരി ടയറിങ് ആയിരുന്നു. ബട്ട് ഓക്കെ, വൺ ടൈം എന്നൊക്കെ രീതിയിൽ നമുക്കൊന്ന് വന്ന് എൻജോയ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ വാട്ടർഫോൾസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ കേൾപ്പിച്ചു തരാം. ഓ ഷിറ്റ്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ജുജു ഓൺ ഡ്യൂട്ടി. ഇതിപ്പോൾ നമ്മളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കേട്ടോ, ചേട്ടാ ഒരു ഫോട്ടോ ഒന്ന് എടുത്ത് തരുമോ, അല്ലെങ്കിൽ മാം ഒരു ഫോട്ടോ ഒന്ന് എടുത്ത് തരുമോ. അതൊരു രസമാണല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറേ തിരിഞ്ഞ് കളിച്ചു. ഇവിടെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ട്രീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ തണലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്രയ്ക്ക് താഴേക്ക് നടക്കുക മുകളിലേക്ക് നടക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമുക്കിവിടെ വലിയൊരു ടയറിങ് അല്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ട വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആതിരപ്പള്ളിയിൽ ആൾക്കാരെ ഇറക്കുന്നുണ്ടായിരുന്നു, വെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ സ്ട്രിക്ട്ലി അവർ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത് അനുവദനീയമല്ല എന്ന് കേട്ടോ. അവിടെ കുറേ നേരം തിരിഞ്ഞ് കളിച്ചു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെയും തിരിച്ചിറങ്ങി. അങ്ങനെ നമ്മുടെ ഈ ഒരു 1 ഡേ ട്രിപ്പ് ശരിക്കും ഇവിടെ എൻഡ് ചെയ്യുക. അങ്ങനെ രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ അധികം തിരക്കൊന്നും ഇല്ലാണ്ട് അതിരപ്പള്ളി ആണെങ്കിലും വാഴച്ചാലാണെങ്കിലും നല്ല വൃത്തിക്ക് കണ്ടു കേട്ടോ. നേരെ പോയിട്ടുണ്ടെങ്കിൽ വാൽപ്പാറ എത്തും. നമ്മൾ ആ കുറച്ചൊരു ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ആ ഒരു ചൂടും വെയിലും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ വേണ്ട, ഒരു 2 ഡേ ആയിട്ട് മാത്രമേ നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കുന്നത് 2-3 മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ആയി കഴിയുമ്പം അവിടേക്കൊന്ന് വന്നിട്ട് വാൽപ്പാറ വരെ ഒന്ന് പോകണമെന്നാണ് വിചാരിച്ചത്. പിന്നെ രുജുവിൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട് ഓഫ് എവറി ജേണിയാണ് സ്വന്തം വണ്ടീൻ്റെ ഫോട്ടോ ഡിഫറെൻറ്റ് പോസിൽ എടുക്കുക എന്നുള്ളത്. എൻ്റെ ഫോട്ടോ എടുത്ത് തരുന്നതിനേക്കാളും കൂടുതൽ വണ്ടീൻ്റെ ഫോട്ടോ എടുക്കും. ബിക്കോസ് ഹി ലവ്സ് ഹിസ് വണ്ടി സോ മച്ച്. അങ്ങനെ നമ്മൾ മെല്ലെ തിരിച്ച് പോവാട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ വാട്ടർഫോൾസ് നല്ല വൃത്തിക്ക് കാണുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പം ഇങ്ങനെ കാണുകയാണെങ്കിൽ 2-3 മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈ റോഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ട് ഒരു മാങ്ങ ഇവർ ഉപ്പും മുളക് പൊടി ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തരും കേട്ടോ. അപ്പം രസമാണ് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു ഗ്ലാസ്സിന് 30 റുപ്പീസാണ്. ആ ഒരു 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2-3 മാങ്ങ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാം. പക്ഷെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രസമാണല്ലോ. ഇവിടെ ഞാൻ ഇത് മിക്സ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി ഇപ്പോൾ അളവെടുക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ടാണ് ചേച്ചി അളവെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഇത് കുറച്ചുകൂടെ വലിയൊരു ഗ്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഓൾറെഡി മുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ കുലുക്കി സർബത്തൊക്കെ കുലുക്കൂലേ,
അതുപോലെ ഇട്ടിട്ട് നല്ലോണം അങ്ങനെ കുലുക്കിയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് നേരത്തെ നമ്മൾ വാങ്ങിയ മാങ്ങേനേക്കാളും ഇത് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് ഇത് ഫ്രഷ് ആയിട്ട് ഇപ്പം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതാണ്. പക്ഷെ നമ്മൾ നേരത്തെ അവിടുന്ന് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതായതുകൊണ്ട് കുറച്ചുകൂടെ ആ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് കുറച്ച് ഭയങ്കര ഒരു ഓവർ ഉപ്പ്, ഭയങ്കര ഓവർ പുളി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര തിരിച്ചു കേട്ടോ. ആൻഡ് സർപ്രൈസിംഗ്ലി നമ്മുടെ ബൈപ്പാസിൻ്റെ പണി ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഞാൻ ഇതുവരെ പകൽ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ടില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ രാത്രി പോവും, രാവിലെ എത്തും. ആ ഒരു സീനായതുകൊണ്ട് ഇപ്പോഴാണ് നാം പച്ച വെളിച്ചത്തിൽ ബൈപ്പാസ് കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും കാലിക്കറ്റ് എത്തി. എന്നാൽ ലഞ്ചും കൂടെ കഴിച്ച് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ മലബാർ മസാല എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റ് അല്ല, അവിടെയുള്ള കാലിക്കറ്റുള്ള റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ഇറങ്ങി നമ്മൾ ബിരിയാണി കഴിച്ചു കേട്ടോ. രണ്ടുപേരും ഒരു ഫുൾ ബിരിയാണി കഴിച്ചു. വിശപ്പുണ്ടെന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ പകുതി കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരെയും വയറ് നിറഞ്ഞു പോയി. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡാണ്. സാലഡ് ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, പിക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ 2 ലൈമും കൂടെ പറഞ്ഞു. നല്ല ഉഷാറായിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ പോയി കിടന്നൊരു ഉറക്കമാണല്ലോ അല്ലേ. അപ്പോൾ പിന്നെ നല്ലോണം ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ നെയിം വരുന്നത് മലബാർ മസാല എന്നാണ് കേട്ടോ. നമ്മുടെ മമ്പുറം ബ്രിഡ്ജിൻ്റെ, നമ്മൾ കാലിക്കറ്റിലേക്ക് വരുമ്പോൾ മമ്പുറം ബ്രിഡ്ജിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വിടുകയായി. ഇനിയിപ്പോൾ അടുത്തൊരു ട്രിപ്പ് എങ്ങടാന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അടുത്തൊരു 1 ഡേ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്ന്. ഇത് ഹൈലൈറ്റിൻ്റെ അവിടെ ഒക്കെ എത്തുമ്പോൾ സാധാ നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോക്കാണ് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു വർക്കിങ്ങിൻ്റെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് പൊതുവേ എനിക്ക് തോന്നിയത് ഇന്ന് ഭയങ്കര ബ്ലോക്ക് കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജേർണി നമ്മളിവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.